പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേക അഗ്നിയുടെ പ്രേക്ഷകർക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം, അതിൽ 10-ാമത്തെ തിരുലിഖിതമാണ്. പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എന്റെ വചനം നീ കാത്തു. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ദൈവിക ശക്തി വ്യാപരിക്കുന്നതിന്റെ ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ടെണ്ണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. പത്തനാപുരത്തു നിന്നുള്ള കുഞ്ഞമ്മ തന്റെ മകൾക്കുണ്ടായ അത്ഭുത വിടുതലിനെ കുറിച്ച് വെളിപ്പെടുത്തുന്നു. എന്റെ ഇളയ മകൾ കെ ലില്ലിക്കുട്ടിക്ക് യൂട്രസിൽ ക്യാൻസർ ആയിട്ട് 2 വർഷം കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്ത് കളയണമെന്ന്. അതനുസരിച്ച് ഓപ്പറേഷൻ ചെയ്യാനുള്ള തീയതിയും നിശ്ചയിച്ചു. ആ തീയതിയിൽ ഓപ്പറേഷന് വേണ്ട എല്ലാ തയ്യാറെടുപ്പോടും കൂടെ ഞങ്ങൾ ചെന്നു. ഓപ്പറേഷന് വേണ്ടി പരിശോധിച്ചപ്പോൾ ക്യാൻസർ കൂടുതൽ ഭാഗത്തേക്ക് പടർന്നിരിക്കുന്നുവെന്നും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലായി കഴിഞ്ഞിരിക്കുന്നുവെന്നും അവർ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളെ ഓപ്പറേഷൻ ചെയ്യാതെ വിട്ടയച്ച് 6 പ്രാവശ്യമായി കീമോതെറാപ്പി ചെയ്തു. അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം തളർന്നിരിക്കുമ്പോൾ ഞായറാഴ്ച രാത്രി 8:30 അഭിഷേകാഗ്നി പ്രോഗ്രാമിനെ കുറിച്ച് ഞങ്ങളോട് ആളുകൾ പറഞ്ഞു. രോഗിയായ എന്റെ മകളെയും കൊണ്ട് അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് ഷാലോം ചാനലിൽ ഞങ്ങൾ ഞങ്ങളുടെ മകളുടെ വേദന പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദിവ്യകാരുണ്യ ആശീർവാദ സമയത്ത് അച്ഛൻ രോഗികളെ ആശീർവദിച്ചു. ആ സമയത്ത് ഞങ്ങൾ നെഞ്ചുരുകി നിലവിളിച്ചു. അതിന്റെ ഫലമായി ഞങ്ങളുടെ മകളുടെ ഗർഭാശയ ട്യൂമർ 2 വർഷത്തിലധികമായി പീഡിപ്പിച്ചുകൊണ്ട് ഗർഭാശയ ട്യൂമർ അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചു. ഞങ്ങൾ പിന്നെ ഡോക്ടറെ കാണിക്കുകയും സ്കാൻ ചെയ്യുകയും ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ നിങ്ങളുടെ മകൾക്ക് ഒരു കുഴപ്പവുമില്ല, ധൈര്യമായി പോയിക്കൊള്ളുക. അങ്ങനെ ഇന്ന് ഞങ്ങൾ പരിപൂർണ സൗഖ്യം അനുഭവിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പത്തനാപുരത്തുനിന്ന് മകൾക്ക് വേണ്ടി കെ കുഞ്ഞമ്മ സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത വണ്ണം ഗർഭാശയത്തിൽ പടർന്നു പിടിച്ച ക്യാൻസർ അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ച് പിന്നീട് കീമോതെറാപ്പിയുടെ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഡേറ്റ് ആയപ്പോൾ ചെന്ന് നോക്കുമ്പോൾ അവിടെ ക്യാൻസറിന്റെ ലക്ഷണം കാണുന്നില്ല, ട്യൂമറിന്റെ ലക്ഷണം കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു വ്യക്തിയുടെ അനുഭവം. ഏലിയാമ്മ കുറവലങ്ങാടുന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അഭിഷേകാഗ്നിയുടെ സ്ഥിരം പ്രേക്ഷകയാണ് ഞാൻ. എന്റെ വീട് കുറവലങ്ങാട്. ഈശോ ഞങ്ങൾക്ക് ചെയ്തൊരു അത്ഭുതം വെളിപ്പെടുത്തുന്നതിനാണ് ഈ ലെറ്റർ. 5 വർഷത്തോളമായി ഞങ്ങളുടെ വീടിന്റെ വാതിലും ജനലുമെല്ലാം ഉറുമ്പ്, പാറ്റ തുടങ്ങിയ കീടങ്ങൾ, ക്ഷുദ്രജീവികളും അരിഞ്ഞു തിന്നുകയായിരുന്നു. കൂടാതെ ചിലന്തി, പല്ലി അങ്ങനെയുള്ള ഉപദ്രവകരമായ ആ ജീവികളും ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു. അങ്ങനെ ക്ഷുദ്രജീവികളുടെ ശല്യം അഭിമുഖീകരിക്കുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബം. ഞങ്ങൾ അഭിഷേകാഗ്നി പ്രാർത്ഥനയുടെ ഡെലിവറൻസ് പ്രാർത്ഥനാ സമയത്ത് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന, വസ്തുവകൾക്ക് നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷുദ്ര കീടങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അതിന്റെ പരിണതഫലമായി പിറ്റേ ദിവസം മുതൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ക്ഷുദ്ര കീടങ്ങൾ ഒഴിഞ്ഞു പോയതായി കണ്ടെത്തി. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ഉപദ്രവവുമില്ല. ഈ കാര്യം ഈശോയുടെ നാമമഹത്വത്തിന് വേണ്ടി ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോൾ, യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പിതാവായ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിക്കും. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ ഈ പ്രോഗ്രാമിൽ പങ്കുചേരുന്ന എല്ലാവരും 2 കരങ്ങൾ ഉയർത്തി കണ്ണുകൾ അടച്ച്
വിശ്വാസത്തോടെ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ആരാധിക്കട്ടെ. യേശു ക്രിസ്തു ഏകരക്ഷകനാണ്. യേശു ക്രിസ്തു ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. നസറേനായ യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കടബാധിതർ ഞെരുങ്ങുന്നവർ, കുടുംബ പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്നവർ, പൈശാചിക പ്രേരണ ശല്യങ്ങൾ അനുഭവിക്കുന്നവർ, എല്ലാ കുടുംബങ്ങൾക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. മന്ത്രം, കൂടോത്രം, ആഭിചാര പ്രവർത്തനങ്ങൾ, ക്ഷുദ്രവിദ്യ, എതിർ പ്രാർത്ഥനകൾ, എതിർ പൂജകൾ, എതിർക്രിയകൾ, ശാപങ്ങൾ, പരാജയങ്ങൾ, കഷ്ടനഷ്ടങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, തമ്മിൽ യോജിപ്പില്ലായ്മ, ദമ്പതിമാർ ഭിന്നിച്ച് ജീവിക്കുന്ന അവസ്ഥകൾ, ഈ ഇങ്ങനെയുള്ള കണ്ണുനീര് നിറഞ്ഞ എല്ലാ അവസ്ഥകളിലേക്കും ഈ നിമിഷം അങ്ങയുടെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കേൾക്കാൻ തടസ്സങ്ങൾ മാറട്ടെ. ആത്മീയ ഉണർവ് ലഭിക്കട്ടെ. കുടുംബങ്ങൾ ഉണരട്ടെ. ദൈവത്തിന്റെ ശക്തിയാൽ കുടുംബങ്ങളിൽ സമാധാനം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. വചനത്തിന് വേണ്ടി ദാഹം കൊടുക്കണമേ. വചനത്തിന് വേണ്ടി ആന്തരിക തുറവി കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 10-ാം തിരുലിഖിതം. എന്തെന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എന്റെ വചനം നീ കാത്തു. ഫിലാദൽഫിയയിലുള്ള സഭയ്ക്ക് ദൈവം ഒരു മതിപ്പ്, ഒരു സഭാഷ് പറയുന്ന രംഗമാണിത്. ഫിലാദൽഫിയയിലുള്ള സഭയിൽ ദൈവവചനത്തിന് വിപരീതമായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ആളുകളും സാഹചര്യങ്ങളും ധാരാളം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശുദ്ധ ലിഖിതത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിനനുസരിച്ച് ജീവിക്കുന്നത് നിരുത്സാഹപ്പെടുത്തുന്ന അന്തരീക്ഷം നിലനിന്നിരുന്ന ഒരു സാഹചര്യത്തിൽ ഫിലാദൽഫിയയിലെ സഭ കർത്താവിന്റെ വചനം 100% പാലിച്ചതിനെ കുറിച്ചുള്ള സന്തോഷം കർത്താവ് രേഖപ്പെടുത്തുന്ന ഭാഗമാണ് വെളിപാടിന്റെ പുസ്തകം 3:10. എന്തെന്നാൽ പരീക്ഷകളിൽ എന്റെ വചനം നീ കാത്തു. പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണം. ദൈവത്തിന്റെ വചനം മായം കലർത്താതെ പ്രസംഗിക്കാനും, ദൈവത്തിന്റെ വചനം മായം കലർത്താതെ സ്വീകരിക്കാനും, അത് അതുപോലെ ജീവിക്കാനും ദൈവത്തിന്റെ സഭ ദൈവത്തിന്റെ മക്കൾക്ക് നിർദ്ദേശ പ്രേരണ നൽകുമ്പോൾ, ആത്മീയ ദൂത് നൽകുമ്പോൾ അതിനെ പുച്ഛിക്കുകയും അതിനെ പല്ലുളിക്കുകയും അതിനെ നിന്ദിക്കുകയും ലോകപ്രകാരം ജീവിക്കാൻ ദൈവമക്കളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ലോകത്തിന്റെ അരൂപിയുടെ അഴിഞ്ഞാട്ടം ദൈവമക്കളെ ഒരു തെല്ല് നേരത്തേക്ക് പോലും ദുർബലപ്പെടുത്തരുതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നീ അവസാനം വരെയും ദൈവത്തിന്റെ വചനത്തെ നീ കാത്തു സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ ദൈവം വലിയ വില കൊടുത്ത്, വലിയ വലിയ മതിപ്പ് കൊടുത്ത് അവരെ ദൈവം മാനിക്കുമെന്ന് വിശുദ്ധ ലിഖിതങ്ങളിൽ നാം വായിക്കുകയാണ്. വെളിപാടിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിജയം വരിക്കുന്നവനും അവസാനം വരെ എന്റെ പ്രവൃത്തികൾ ചെയ്യുന്നവനും ജനപദങ്ങളുടെ ഇടയിൽ ഞാൻ അധികാരം നൽകും. പ്രൈസ് ദി ലോർഡ്. ജനപദങ്ങളുടെ മേൽ അവന് ഞാൻ അധികാരം നൽകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം അവനെ അനുഗ്രഹിച്ച് ഉയർത്തുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും മാറ്റമില്ലാതെ വരുന്ന മണിക്കൂറുകളുണ്ട്. കർത്താവിന്റെ വചനത്തോടുള്ള വിശ്വസ്തത തെളിയിക്കേണ്ട മണിക്കൂറുകൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തോട് വിശ്വസ്തത തെളിയിച്ചേ മതിയാവൂ. അതെനിക്കും നിങ്ങൾക്കും ദൈവം അവസരം തരും. ഞാനൊരു സംഭവം, ഒരു കുടുംബത്തിന്റെ സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. തന്റെ ഉദരത്തിൽ പിറന്ന കുഞ്ഞിനെ നിഷ്ഠൂരം നശിപ്പിച്ചു കളയാൻ ലോകം മുഴുവൻ ഉപദേശിച്ചപ്പോഴും സ്വന്തം മനസ്സിൽ ദൈവം നൽകിയ വചനത്തോടുള്ള വിശ്വസ്തത പുലർത്താൻ വേണ്ടി സ്വന്തം ജീവൻ ബലിയായി കൊടുത്ത ഒരു അമ്മയുടെ കഥയാണത്. ഇറ്റലിയിലുള്ള മജന്ത എന്ന സ്ഥലത്ത് ജനിച്ച ഡോക്ടർ ജാന ബെറേത്ത എന്ന വീര യുവതിയുടെ കഥയാണത്. 40-ാമത്തെ വയസ്സിൽ തന്റെ 4-ാമത്തെ കുഞ്ഞിന്റെ ജീവന് വേണ്ടി സ്വന്തം ജീവൻ ബലിയായി കൊടുത്തൊരു അമ്മയാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവര് വിവാഹിതരായപ്പോൾ പീറ്റർ മൊള്ള എന്ന് പറയുന്ന ഒരു വലിയ എഞ്ചിനീയറെ, പീറ്റർ സഭ എന്ന ഒരു കമ്പനിയുടെ ഡയറക്ടർ ജനറലായ 3000-ഓളം തൊഴിലാളികളുള്ള ഒരു കമ്പനി, ഇറ്റലിയിലെ ഒരു കമ്പനിയുടെ ഡയറക്ടർ ജനറലായ പീറ്റർ മൊള്ള വിവാഹം ചെയ്ത ജാന ബെറേത്ത, ഇവർ രണ്ടുപേരും കൂടെ കുടുംബജീവിതം ആരംഭിച്ചപ്പോൾ അവർക്ക് രണ്ടുപേർക്കുണ്ടായിരുന്ന ആഗ്രഹം
കർത്താവിനോടുള്ള വിശ്വസ്തത ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്നുള്ളതായിരുന്നു. ഇറ്റലിയും യൂറോപ്യൻ രാജ്യങ്ങളിലും ദൈവത്തിന്റെ വചനം ഉപേക്ഷിച്ചും ദൈവിക മാർഗങ്ങളിൽ നടക്കുന്നത് വിലയില്ലാതെ കരുതിയും ദൈവത്തിന്റെ കാര്യങ്ങളിൽ ദൈവിക നടപ്പിൽ മതിപ്പ് കുറഞ്ഞു വരുന്ന ഒരു അന്തരീക്ഷത്തിലാണ് പീറ്റർ മുള്ളയും ജാന ബെറേത്തയും തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും കർത്താവിനോട് അവിശ്വസ്തത കാണിക്കരുത് എന്നൊരു തീരുമാനത്തോടെ കുടുംബജീവിതം ആരംഭിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1955 വിവാഹിതരായ അവരുടെ ജീവിതത്തിൽ ദൈവം ധാരാളമായ അനുഗ്രഹങ്ങൾ നൽകി. അവർക്ക് ദൈവം മക്കളെ നൽകി. ദൈവം നൽകിയ മക്കളെല്ലാം അവർ സ്വീകരിച്ചു. അങ്ങനെ 3 കുഞ്ഞുങ്ങൾക്ക് അവർ ജന്മം നൽകി. 3 കുഞ്ഞുങ്ങളെ സന്തോഷത്തോടെ അവർ സ്വീകരിച്ചു. അവരുടെ ജീവിതത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നു, ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ ഒരാളെ പോലും നശിപ്പിക്കില്ല എന്ന്. ദൈവം തരുന്ന കുഞ്ഞുങ്ങളെല്ലാം സ്വീകരിക്കും. കാരണം 127 സങ്കീർത്തനത്തിൽ 3-ാമത്തെ വാക്യം അവർ വിശ്വസിച്ചിരുന്നു, കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം 4-ാമത്തെ കുഞ്ഞിനെ കൊടുക്കുന്നത്. 4-ാമത്തെ കുഞ്ഞ് ഉദരത്തിൽ ഉരുവായി ഏതാണ്ട് 3.5 മാസം കഴിഞ്ഞപ്പോൾ പരിശോധനയിൽ ഡോക്ടർ ജാന ബെറേത്തയെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു, താങ്കളുടെ ഈ 4-ാമത്തെ കുഞ്ഞിനെ കൊന്നുകളയണം. കാരണം ഇപ്പോൾ ഗർഭാശയത്തിൽ ഒരു വലിയ ട്യൂമർ പടർന്നു പിടിച്ചിരിക്കുന്നു. ഒന്നുകിൽ അമ്മ മരിക്കും, അല്ലെങ്കിൽ കുട്ടിയെ കൊല്ലണം. 2-ൽ ഒരാളുടെ ജീവൻ അപകടത്തിലാണ്. അതുകൊണ്ട് ഡോക്ടർ നല്ല ബുദ്ധി ഉപദേശിച്ച് കുട്ടീനെ കൊല്ലുക, അമ്മ ജീവിക്കുക. എന്നാൽ ആ വീരയുവതി തന്റെ 40-ാമത്തെ വയസ്സിൽ ആ വീരയുവതി ഒരു തീരുമാനമെടുത്തു. തന്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയല്ല, തന്റെ ജീവനേക്കാൾ വിലയുള്ളതാണ് തന്റെ ഉദരത്തിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന തന്റെ കുഞ്ഞിന്റെ ജീവനെന്ന് ആ വീരയുവതി വിശ്വാസത്തോടെ ഏറ്റു പറഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, 127 സങ്കീർത്തനത്തിലെ 3-ാമത്തെ വചനത്തോട് വിശ്വസ്തത പുലർത്തി ആ വീരയുവതി പറഞ്ഞു, ഞാൻ മരിച്ചാലും എന്റെ കുഞ്ഞ് ജീവിക്കണം, ഞാൻ മരിച്ചാലും എന്റെ കുഞ്ഞ് ജീവിക്കണം. ഡോക്ടർമാർ ഉപദേശിച്ചു, പല സ്നേഹിതർ ഉപദേശിച്ചു, പല ലോക സമ്മർദ്ദങ്ങൾ ഉണ്ടായി. എങ്കിലും ആ അമ്മ തന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ കൂട്ടാക്കിയില്ല. തന്റെ ഭർത്താവിനുള്ള സ്വകാര്യ സംഭാഷണത്തിൽ, പീറ്റർ മുള്ളയോടുള്ള സ്വകാര്യ സംഭാഷണത്തിൽ ഡോക്ടർ ജാന ബെറേത്ത തന്റെ കുഞ്ഞിന് വേണ്ടി വാദിക്കുന്ന ഒരു രംഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്, എന്റെയും കുഞ്ഞിന്റെയും പേരിൽ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കേണ്ടി വന്നാൽ യാതൊരു ശങ്കയും കൂടാതെ നിങ്ങൾ കുഞ്ഞിന് വേണ്ടി തീരുമാനമെടുക്കണം. കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണം. എന്റെ ജീവനെ നിങ്ങൾ കാര്യമായി കണക്കാക്കരുത്. ഹല്ലേലൂയ. അങ്ങനെ 1962 കുട്ടി ജനിച്ചു. 8 ദിവസത്തിനുള്ളിൽ അമ്മ മരിച്ചു. 40-ാമത്തെ വയസ്സിൽ ജാന ബെറേത്ത സ്വന്തം കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി ആ അമ്മ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താൻ മരിക്കുമെന്ന് അറിയാമായിരുന്നു. താൻ ഈ ലോകത്തിൽ തന്റെ ജീവിതത്തിന്റെ നാൾ എണ്ണപ്പെട്ടു എന്ന് അറിയാമായിരുന്നു. അങ്ങനെ അറിഞ്ഞിട്ട് തന്നെ തന്റെ കുഞ്ഞിന് ജന്മം നൽകിയിട്ട് തന്റെ ജീവിതത്തിന്റെ തന്റെ ജീവിതം ഈ ഭൂമിയിൽ അവസാനിപ്പിക്കാൻ തക്കവണ്ണം ധീരത കാട്ടിയ, വിശ്വാസത്തോടെ ജീവിക്കാനും വചനത്തോട് വിശ്വസ്തത പുലർത്താൻ വേണ്ടി വചനത്തോട് വിശ്വസ്തത പുലർത്താൻ വേണ്ടി ധീരതയോടെ പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തൊരു അമ്മയാണ് ഡോക്ടർ ജാന ബെറേത്ത. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ വചനത്തോട് വിശ്വസ്തത തെളിയിക്കേണ്ട നാളുകളും ദിവസങ്ങളും കാലങ്ങളും വരും. അപ്പോൾ കർത്താവിന്റെ വചനത്തോട് വിശ്വസ്തത തെളിയിക്കാനുള്ള ആവേശവും ഉന്മേഷവും ആന്തരികമായി നമ്മുടെ ഹൃദയങ്ങളിൽ നിലനിൽക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി യത്നിക്കുകയും ചെയ്യണം. വിശുദ്ധ ലിഖിതത്തിൽ തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശ്ലീഹായിലൂടെ നമുക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൂത് തീത്തോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കുക. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രതികൂലം ഉണ്ടാവും,
എതിർപ്പുണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആ സമയത്ത് നാം പിന്മാറ്റത്തിലേക്ക് പോകരുത്. ആ സമയത്ത് വിശ്വാസത്തെ നാം ത്യജിക്കരുത്. ആ സമയത്ത് ഭക്തി നാം ഉപേക്ഷിക്കരുത്. ആ സമയത്ത് വിശുദ്ധി നാം ഉപേക്ഷിക്കരുത്. ആ സമയത്ത് യേശുവിനോട് ചേർന്ന് 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 നടക്കുന്നതിൽ അഭിമാനം കൊള്ളണമെന്ന് യേശു ക്രിസ്തുവിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോക രാജ്യങ്ങളിൽ തന്നെ ഉണ്ടായ ചില സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. 1921 ഓഗസ്റ്റ് മാസത്തിൽ തന്നെ റഷ്യയിൽ ഏതാണ്ട് 20,000-ഓളം സന്യസ്തരെയാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ഡോൺ എന്ന് പറഞ്ഞ നദിയിൽ ഐസ് വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയത്. അവരൊരാൾ പോലും വിശ്വാസം തിരിച്ചോടാൻ കൂട്ടാക്കിയില്ല. അവർ തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി പീഡനത്തെ അഭിമുഖീകരിക്കാൻ ധീരതയോടെ അവർ മുമ്പോട്ട് വന്ന് വീണ്ടും റഷ്യയിൽ 1937 മാത്രം ഏതാണ്ട് 4 ലക്ഷത്തോളം ക്രിസ്ത്യാനികൾ വിശ്വാസത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട് ദൈവത്തെ ഉപേക്ഷിച്ച് നിരീശ്വരവാദം സ്വീകരിക്കാൻ വിസമ്മതിച്ചതിനാൽ ഒരൊറ്റ വർഷം കൊണ്ട് 1937 റഷ്യയിൽ ഏതാണ്ട് 4 ലക്ഷത്തോളം ക്രിസ്ത്യാനികൾ ജീവൻ ത്യജിക്കേണ്ടി വന്നു. ബോൾഷെവിക് വിപ്ലവത്തിന്റെ അവസാന കാലങ്ങളിൽ കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് 6 കോടി ആളുകളുടെ ജീവനാണ് അവിടെ അരിഞ്ഞെറിഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസം വിട്ട് അവർ ഓടിപ്പോയില്ല. വീണ്ടും മെക്സിക്കോ രാജ്യത്തെ നമ്മൾ പരിശോധിച്ച് നോക്കാം. 1917 പൊട്ടിപ്പുറപ്പെട്ട കത്തോലിക്ക വിരുദ്ധ മതപീഡനത്തിൽ ഏതാണ്ട് 10 വർഷം കൊണ്ട് 5300-ൽ പരം സന്യസ്തരുടെയും വൈദികരുടെയും ബിഷപ്പുമാരുടെയും അൽമായ നേതാക്കന്മാരുടെയും ശിരസ് തല അവർ വെട്ടിമാറ്റി. ഹല്ലേലൂയ. 1926 3000-ഓളം വൈദികരുണ്ടായിരുന്ന രാജ്യത്ത് 1934 ഏതാണ്ട് 8 വർഷങ്ങൾക്ക് ശേഷം നോക്കുമ്പോൾ വെറും 324 പേര് മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. വിശ്വാസത്തിനു വേണ്ടി തങ്ങളുടെ ജീവനെ ത്യജിക്കുന്നതിൽ അവർ ഒട്ടും പിന്നാക്കം പോയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്പെയിൻ രാജ്യത്തും ഇത് തന്നെയായിരുന്നു സ്ഥിതി. 1937 സ്പെയിനിൽ ആഭ്യന്തര യുദ്ധം ഉണ്ടായി. എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര സന്യസ്തരും 861-ൽ പരം വൈദികരും കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. എങ്കിലും അവിടെ വിശ്വാസം ഉപേക്ഷിച്ച് അവർ പോയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രക്തസാക്ഷിയായ ഒരു വൈദിക വിദ്യാർത്ഥിയുടെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ ഒരു കുറിപ്പിൽ രേഖപ്പെടുത്തിയ പ്രകാരമാണ്: അമ്മ കരയണ്ട, യേശു എന്റെ രക്തം ആവശ്യപ്പെടുന്നു, അവിടുത്തെ സ്നേഹത്തെ പ്രതി ഞാനത് കൊടുക്കുന്നു, ഞാൻ ഒരു രക്തസാക്ഷിയാകും, ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നു, അവിടെ ഞാൻ അമ്മയെ കാത്തിരിക്കും. യേശു ക്രിസ്തുവിനുള്ള സ്നേഹത്തെ പ്രതി, യേശു ക്രിസ്തുവിനുള്ള വചനത്തോടുള്ള വിശ്വാസം തെളിയിക്കുന്നതിന് വേണ്ടി രക്തം ചിന്തേണ്ടി വന്നപ്പോൾ ഒട്ടും കൂസലില്ലാതെ രക്തം ചിന്തിയ ഒരു യുവ വിദ്യാർത്ഥിയുടെ ഒരു മരണ ലെറ്ററാണ് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നും എടുത്തത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആബേലിന്റെ രക്തം മുതൽ അരുൾദാസ് അച്ഛന്റെ ഓറീസയിലെ മതഭ്രാന്തന്മാരുടെ കിരാത മർദ്ദനമേറ്റ് കൊല ചെയ്യപ്പെട്ട അരുൾദാസത്തിന്റെ രക്തം വരെയുള്ള കോടിക്കണക്കിന് രക്തസാക്ഷികൾ രക്തത്തിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം രക്തം ചിന്തി അഭിമാനത്തോടെ രക്തം ചിന്തി പോലും പിന്തുടരാൻ തക്കവണ്ണം വിലയുള്ള ഒരു വിശ്വാസമാണ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. മാമോദീസയിലൂടെ നാം സ്വീകരിച്ചിരിക്കുന്നത് നിസ്സാരമായ ഒരു സംഗതിയല്ല. ഈ ഭൂമിയിലേക്ക് വെച്ച് ദൈവത്തിന് നമുക്ക് നൽകാവുന്നതിൽ അത്യുന്നതമായ അഭിഷേകമാണ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും യേശു ക്രിസ്തുവിന്റെ വചനങ്ങളും. അതിനെക്കുറിച്ച് തെല്ലും നാണം വിചാരിക്കാതെ അഭിമാനത്തോടെ പദാനുപദം ഈ രക്തസാക്ഷികളുടെ പാതയിൽ മുന്നോട്ട് പോയി സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിലുള്ള സമ്മാനത്തിന് വേണ്ടി ഒരുങ്ങണമെന്ന് പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ഉത്ബോധിപ്പിക്കുന്നു. വെളിപാടിന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ അതിൽ 10-ാമത്തെ തിരുലിഖിതം: സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എന്റെ വചനം നീ കാത്തു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, അങ്ങയുടെ ഉണർവിന്റെ ആത്മാവിനെ ഇപ്പോൾ സമൂഹത്തിലേക്ക് അയക്കണമേ. തീത്തോസിന് എഴുതി 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 7-ാം വാക്യം: ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല,
ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണല്ലോ നാം കൈക്കൊണ്ടിരിക്കുന്നത്. ഓ ശക്തിയുടെ ആത്മാവേ, സ്നേഹത്തിന്റെ ആത്മാവേ, ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവേ, സ്ഥിരോത്സാഹത്തോടെ സമചിത്തതയോടെ ലൗകിക മോഹങ്ങളും നിർമ്മതത്വവും ഉപേക്ഷിച്ച് ദൈവവിശ്വാസത്തിൽ പടിപടിയായി നടന്ന് മുന്നേറി വിശ്വാസം തെളിയിച്ച് ജീവന്റെ കിരീടം പ്രാപിക്കാൻ തക്കവണ്ണം ഓരോ മകനെയും മകളെയും, ഓരോ യുവാവിനെയും യുവതിയെയും, ഓരോ കുഞ്ഞിനെയും ബാലികാ ബാലന്മാരെയും എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തളർന്നിരിക്കുന്ന ഹൃദയങ്ങൾ ഉണരട്ടെ, തളർന്നിരിക്കുന്ന മനസ്സുകൾ ഉണരട്ടെ, തളർന്നിരിക്കുന്ന ആത്മാവ് ഉണരട്ടെ, ശക്തി പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ദിവ്യകാരുണ്യമേ, എന്റെ പൊന്നേശുനാഥ, വന്നു വാണിടുമോ എന്റെ ഹൃദയത്തിനുള്ളിൽ, സ്നേഹകൂദാശയായി തീർന്നോരാ ദൈവസ്നേഹം ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 19-ാമത്തെ തിരുലിഖിതം. അവന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യം. രോഗികളെ സുഖപ്പെടുത്താനുള്ള ശക്തി അവന്റെ ശരീരത്തിലുണ്ടായിരുന്നു. എല്ലാവരും കരങ്ങൾ ഉയർത്തുക. ഇപ്പോൾ ഈ നിമിഷം ദിവ്യകാരുണ്യ ഈശോയുടെ ശരീരത്തിൽ നിന്ന് ശക്തി വ്യാപരിച്ച് 2000 വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീനായിൽ അനേകം രോഗികൾ സൗഖ്യം പ്രാപിച്ചതുപോലെ ഇപ്പോൾ അത്ഭുത സൗഖ്യത്തിന്റെ അഭിഷേകം പ്രവഹിക്കുന്നു. കിടക്കുകളിൽ രോഗികളായി കിടക്കുന്നവർ ഇപ്പോൾ പ്രാർത്ഥിക്കുക. ശരീരത്തിന്റെ പലതരത്തിലുള്ള രോഗങ്ങളോടുകൂടെ ഭാരപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ കർത്താവിനെ വിളിക്കുക. കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്തവർ രോഗിയായി വീൽ ചെയറിൽ ഇരിക്കുന്നവർ ഇപ്പോൾ യേശുവിനെ വിളിക്കുക. ആശുപത്രികളിൽ ഇപ്പോൾ ട്രീറ്റ്മെന്റിൽ കഴിയുന്നവർ യേശുവിനെ വിളിക്കുക. രോഗികളുടെ മാതാപിതാക്കന്മാർ, രോഗികളോട് ബന്ധപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ രോഗികളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് യേശുവിന്റെ നാമത്തിലുള്ള അത്ഭുത സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ കോശങ്ങളിലേക്ക് ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. ഓരോ നാഡീഞരമ്പുകളിലേക്ക്, രക്തധമനികളിലേക്ക്, മാംസപേശികളിലേക്കും ദൈവത്തിന്റെ അത്ഭുത ശക്തി ഇറങ്ങട്ടെ. ഓരോ സന്ധി ബന്ധങ്ങളിലേക്ക് ദൈവത്തിന്റെ അത്ഭുത ശക്തി ഇറങ്ങട്ടെ. ക്യാൻസർ രോഗങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. ആസ്മ രോഗങ്ങൾ വിട്ടുമാറി പോകട്ടെ. വലിവ് രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ശരീര സംബന്ധമായ എല്ലാ ഡെഫിഷ്യൻസികളിലേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ. രക്തസംബന്ധമായ കുറവുകൾ സൗഖ്യമാകട്ടെ. ഷുഗർ രോഗങ്ങൾ വിട്ടുപോകട്ടെ. കൊളസ്ട്രോളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. കരൾ രോഗങ്ങൾ, മഞ്ഞപ്പിത്ത രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഉദര സംബന്ധമായ പീഡകൾ, ആമാശയ രോഗങ്ങൾ, പാൻക്രിയാസ് രോഗങ്ങൾ, ക്യാൻസർ സംബന്ധമായ എല്ലാ രോഗങ്ങളും, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ യേശുവിന്റെ അത്ഭുത ശക്തിയാൽ സൗഖ്യം പ്രാപിക്കട്ടെ. വിട്ടുമാറിപ്പോകട്ടെ. രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ തടസ്സമുണ്ടാക്കുന്ന എല്ലാ അരൂപികളെയും ശക്തികളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിച്ച് ബന്ധിക്കുന്നു. ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. സാമ്പത്തിക മേഖലയിലുള്ള കെട്ടുകൾ അഴിയട്ടെ. ജോലി സംബന്ധമായ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. കുടുംബങ്ങൾ അത്ഭുതങ്ങൾ പ്രാപിക്കട്ടെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും യേശുവിനെ വിളിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ, ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ.
മുഖത്ത് മുട്ട കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഈ വലിപ്പം വരും കുരു. എന്റെ വീട്ടിലെ അമ്മിച്ചു വെപ്പിച്ച ഞാൻ മാത്രമല്ല, ഞങ്ങള് ഡൈനിങ് ടേബിൾ വയ്ക്കുമ്പോ അമ്മിച്ചു പറയും മുട്ടയിലേക്ക് നോക്കണ്ട, നാളെ കുരു വരും. അങ്ങനത്തെ പോലെ അവസ്ഥയായിരുന്നു. ഇവിടെ ഒന്ന് മുട്ട കഴിച്ചതിന് ശേഷം പിറ്റേ ദിവസം വന്ന് നോക്കിയിട്ട് എന്റെ മുഖത്ത് ഒരു മുഴയോ കുരു ഒന്നും ഇതുവരെ വന്നിട്ടില്ല. എന്റെ മുഖത്ത് ഫ്രീ ആയിട്ട് ക്ലീൻ ആയിട്ടാണ്. കഴിക്കുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു അലർജി രോഗമായിരുന്നു ഡോക്ടറെ കണ്ടപ്പോ അത് കൊഴുപ്പ് കൂടുതലാണ് എന്റെ ബോഡിയിൽ. അപ്പൊ മുട്ട ചിക്കൻ ഒന്നും കഴിക്കേണ്ടാന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഓർഡർ ഡോക്ടർ ഭാഗത്തുനിന്ന്. ഇവിടെ വന്നതിന്റെ മുട്ട കഴിച്ചു എല്ലാം കഴിച്ചിട്ട് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ധാരാളമായി മുട്ട കഴിച്ച് ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ. കൈയടിച്ച് സായി മാത്രപ്പെടുത്താം. സൈന്യബലത്താലല്ല കരങ്ങളിട്ട് കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്.